കുടിവെള്ളമില്ലാത്ത ഈ അവസ്ഥയിൽ എത്തിക്കുന്നതിൽ അതിൽ പ്രഥമ ഉത്തരവാദി ഇവിടുത്തെ കോർപ്പറേഷനും അതോടൊപ്പം വാട്ടർ അതോറിറ്റിയും തന്നെയാണ്. കുടിവെള്ളം എവിടെ? മേയറോട് പരാതി പറയാൻ ചെന്നാൽ മേയർ പറയും വാട്ടർ അതോറിറ്റിയോട് പറയും. വാട്ടർ അതോറിറ്റിയോട് എന്ന് പറഞ്ഞാൽ വിതരണാവകാശം നഗരസഭയ്ക്കാണെന്ന് വാട്ടർ അതോറിറ്റി പറയും. മോദിയും അമിത്ഷായും വന്നിട്ട് പോയി. വെള്ളവുമില്ല, ഗ്യാസുമില്ല, എയിംസുമില്ല, വികസനവുമില്ല. ആകെ കിട്ടിയത് ആനമുട്ട. അത് മേയർക്ക് ഇപ്പോഴും തിരക്കാണ്. കാരണം എവിടേക്കാണ് ശുചീകരണം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, എവിടെയാണ് ശുചീകരണം ഉള്ളത് പറഞ്ഞുകൂടാ. അകത്ത് കയറുമ്പോൾ ഒരു ന്യായം, പുറത്തു നിൽക്കുമ്പോൾ വേറൊരു ന്യായം. ഇടതും BJPയും ഡീല് നടത്തി നാട്ടിൽ കുടിവെള്ളം ഇല്ലാതായി. പുറത്തിറങ്ങിയാൽ ചൂട് സഹിക്കാൻ വയ്യ, അകത്ത് കയറിയാൽ പവർ കട്ട്, അകത്തും പുറത്തും പാമ്പ്. ഇതാണ് ഇപ്പൊ ജനത്തിന്റെ അവസ്ഥ. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിനു ശേഷം നഗരസഭ പരിധിക്കുള്ളിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണക്കാർ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരാണോ അല്ലെങ്കിൽ നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിയാണോ എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും കോൺഗ്രസ് നേതൃത്വവും നിലവിലിപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും നേതാക്കളും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ കൗൺസിൽ അധികാരത്തിനു ശേഷം 20 ദിവസങ്ങൾ കഴിഞ്ഞ് തന്നെ നമ്മുടെ നാട്ടിലെ പല മേഖലകളിലും ഈ 101 വാർഡുകളിലും കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അത് ബഹുമാനപ്പെട്ട മേയറെ അറിയിക്കുകയും മേയറെ കൂടി മീറ്റിംഗ് നടപ്പിലാക്കുകയും ആ മീറ്റിംഗിന്റെ പ്രവർത്തനങ്ങളെല്ലാം വിഫലമായപ്പോൾ അന്ന് വാട്ടർ അതോറിറ്റിയിൽ പോയി SC അടക്കം CE അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഉപരോധം ചെയ്തിട്ടുള്ളത് UDFന്റെ ജനപ്രതിനിധികളാണ്. അന്ന് UDF ജനപ്രതിനിധികൾ ഈ ക്രിട്ടിക്കലായിട്ടുള്ള വിഷയത്തിൽ സമരം നടത്തിയപ്പോൾ ഇവിടെയുള്ള BJPയുടെയും ഇവിടെയുള്ള CPMന്റെയും കൗൺസിലർമാരും മേയർ അടക്കമുള്ള ആളുകൾ നമ്മളെ കളിയാക്കി. നമ്മൾ കേവല രാഷ്ട്രീയ ലാഭം കാണുകയാണെന്ന് പറഞ്ഞു. അന്ന് ഞാനടക്കം നമ്മൾ കൗൺസിലർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിത് പറയുന്നത് 2 മാസത്തിന് ശേഷം കാര്യങ്ങൾ ശരിയായി നടക്കുവാൻ വേണ്ടിയാണ്. നിർഭാഗ്യവശാൽ ആ ഒരു സമരത്തിന്റെ കാര്യങ്ങൾ പോലും മനസ്സിലാകാതിരുന്നത് കൊണ്ടാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. കുടിവെള്ളമില്ലാത്ത ഈ അവസ്ഥയിൽ എത്തിക്കുന്നതിൽ അതിൽ പ്രഥമ ഉത്തരവാദി ഇവിടുത്തെ കോർപ്പറേഷനും അതോടൊപ്പം വാട്ടർ അതോറിറ്റിയും തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാട്ടർ അതോറിറ്റിയുടെ പിടിപ്പുകേട് കാരണം, അരുവിക്കൽ വരുന്ന വെള്ളത്തിന്റെ വിഷയങ്ങൾ കാരണം, ട്രാൻസ്ഫോമറിന്റെ വിഷയങ്ങൾ കാരണമൊക്കെ പ്രശ്നമുണ്ടായപ്പോൾ നമ്മൾ സമരം ചെയ്തു. പക്ഷെ അതിലൊന്നും ഒരു ഭരണപരിചയം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവിടുത്തെ കോർപ്പറേഷന് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നതിന് കൗൺസിൽ കൂടി ഇത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ന് യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഏറെ പ്രിയങ്കരനായിട്ടുള്ള KPCCയുടെ മുൻ അധ്യക്ഷൻ ശ്രീ K. മുരളീധരൻ അവർകളാണ്. ഇന്ന് നമ്മുടെ നഗരത്തിൽ കേരളത്തിന്റെ തലസ്ഥാനമായിട്ട് പോലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മേയറോട് പരാതി പറയാൻ ചെന്നാൽ മേയർ പറയും വാട്ടർ അതോറിറ്റിയോട് പറയാം. വാട്ടർ അതോറിറ്റിയോട് എന്ന് പറഞ്ഞാൽ വിതരണാവകാശം നഗരസഭയ്ക്കാണെന്ന് വാട്ടർ അതോറിറ്റി പറയും. ഇങ്ങനെ 2 ഭാഗത്തും കടന്ന് ഓടുക ജനം. എന്നാൽ പൈപ്പ് തുറന്നാൽ ഒരു ശബ്ദമല്ലാതെ പാമ്പ് ചീറ്റുന്ന പോലെ. ഇപ്പോൾ പൈപ്പ് തുറന്നാലത്തെ ഭയം എന്താന്ന് പറഞ്ഞാൽ പലയിടത്തും പാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ചൂടത്ത് പുറത്തും ഉണ്ടാകത്തുണ്ട്. അപ്പൊ പൈപ്പ് തുറന്നാൽ കേൾക്കുന്ന ശബ്ദം പാമ്പ് വന്നോ എന്നുള്ള ഭയമാണ് ഇപ്പൊ ജനങ്ങൾക്ക്. അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ചുമതല 2 കൂട്ടർക്കുണ്ട്. വാട്ടർ അതോറിറ്റിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള ജലവിതരണത്തിന്റെ മുഖ്യ ഉത്തരവാദിത്വം. ഇപ്പൊ തിരുവനന്തപുരത്ത് താലൂക്ക് ഓഫീസിൽ പോലും വെള്ളം കിട്ടാനില്ല. വാട്ടർ അതോറിറ്റിയുടെ തകരാറാണെന്ന് അത് പറയുമ്പോൾ ഫലപ്രദമായി ജലവിതരണം നടത്താൻ എന്തുകൊണ്ട് നഗരസഭയ്ക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് ആ ഉത്തരവാദിത്വം നഗരസഭ നിർവഹിക്കുന്നില്ല? അധികാരത്തിൽ വന്ന ഇപ്പൊ 3 മാസമായി. ഈ 3 മാസത്തിൽ ഏതാണ്ട് 1 മാസം ഡൽഹിയിലായിരുന്നു.
KK എക്സ്പ്രസിലെ യാത്ര, പ്രധാനമന്ത്രിയെ കണ്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ. പ്രധാനമന്ത്രി നഗരത്തിൽ വന്നു. ഈ ഭരണം വന്നതിന് ശേഷം 25-ാം ദിവസം വന്നു. 45-ാം ദിവസം കൊണ്ടുവന്നാണ് പറഞ്ഞത്. നേരത്തെ വന്നു. പക്ഷേ 45 ദിവസം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ഒരാനുകൂല്യം പ്രഖ്യാപിച്ചില്ല. വന്നു, മേയറെ കെട്ടിപ്പിടിച്ചു എന്നല്ലാതെ മറ്റൊരു പിടുത്തം ഉണ്ടായിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നഗരവാസികൾക്ക് വെള്ളം കിട്ടാൻ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്രധാന തീർത്ഥാടന പ്രദേശമായിട്ടുള്ള ആറ്റുകാൽ പ്രദേശത്ത്. ആറ്റുകാലിൽ ഈ നഗരസഭ വന്നതിന് ശേഷം വെള്ളം കിട്ടിയില്ല, പൊങ്കാലയ്ക്കും കിട്ടിയില്ല. അപ്പൊ ഇത്രയും ഭയാനകമായൊരു അവസ്ഥയുണ്ടായിട്ട് ഇപ്പോ നഗരസഭ സ്മാർട്ട് പദ്ധതിയിൽപ്പെടുത്തി വാങ്ങിച്ച കിർലോസ്കുകൾ പോലും പ്രവർത്തിക്കുന്നില്ല. ഇന്ന് പത്രത്തിലെ പ്രധാന വാർത്ത 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെയാണ് അതിന് ചെലവഴിച്ചത്. പക്ഷെ അതിലും വെള്ളം കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ജനം നെട്ടോട്ടോടുക. പൈപ്പ് പൊട്ടലാണെങ്കിൽ സ്ഥിര ഏർപ്പാടാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് നഗരസഭ മുൻകൈയെടുത്ത് ഒരു യോഗം വിളിക്കുന്നില്ല? ഇപ്പൊ പെരുമാറ്റച്ചട്ടമുണ്ട്, മന്ത്രിയെ വിളിക്കണ്ട, ശരി, സമ്മതിച്ചു. ഉദ്യോഗസ്ഥന്മാരില്ലേ? ജലവകുപ്പിന്റെ സെക്രട്ടറി ഇല്ലേ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഇല്ലേ? ഇവരെ ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചു ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് മേയർ ശ്രമിക്കുന്നില്ല? അത് മേയർക്ക് ഇപ്പോഴും തിരക്കാണ്. കാരണം എവിടേക്കാണ് ശുചീകരണം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെന്ന്, എവിടെയാണ് ശുചീകരണം ഉള്ളത് പറഞ്ഞുകൂടാ. ഇതിന് പറയുമ്പോൾ ഇപ്പൊ എപ്പോഴും അധികം നെട്ടയത്താണ്. നെട്ടയത്ത് സംഘർഷത്തിൽ അതിന്റെ പങ്ക് പറ്റാൻ വേണ്ടി പോവാ. അവിടെ ചെന്ന് സമാധാനം ഉണ്ടാക്കാനല്ല, കൂടുതൽ സംഘർഷം ഉണ്ടാക്കാൻ നോക്കുക. ചുരുക്കി പറഞ്ഞാൽ അതിന് പുറമെയാണ് പവർ കട്ടിന്റെ അവസ്ഥ. ഇപ്പൊ ജനം ആകെ ബുദ്ധിമുട്ടില്ല. അതായത് പുറത്തിറങ്ങിയാൽ ചൂട് സഹിക്കാൻ വയ്യ, അകത്ത് കയറിയാൽ പവർ കട്ട്, അകത്തും പുറത്തും പാമ്പ്. ഇതാണ് ഇപ്പൊ ജനത്തിന്റെ അവസ്ഥ. പൈപ്പ് തുറന്നാൽ പാമ്പിന്റെ ശബ്ദമാണോ അതോ പൈപ്പിൽ നിന്ന് വരുന്ന സൗണ്ടാണോ എന്നറിയാത്ത രീതിയിലുള്ള ശബ്ദം. ഇത് തലസ്ഥാനത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ കുഗ്രാമങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഗ്രാമീണ പ്രദേശം തന്നെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് വെള്ളം കിട്ടാത്തത്. പാറ്റുകാൽ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്തെ 50 വാർഡുള്ള കാലത്തും അത് നഗരസഭയിൽ, ബാക്കിയുള്ള പ്രദേശങ്ങളാണല്ലോ 50 വാർഡിലെല്ലാം കൂട്ടിച്ചേർത്ത്. അതല്ലാത്ത പഴയ പ്രദേശങ്ങൾ തന്നെ അവിടെ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഞാൻ ഈ നഗരത്തിലെ ഒരു മറ്റേ താമസക്കാരനാണ്. ഞങ്ങളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ മേയർ മുൻകൈ എടുക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് നഗരത്തിൽ എല്ലായിടത്തും വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയുടെ മേയർക്കാണ്. മേയർ അടിയന്തരമായി കത്ത് കൊടുത്ത് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ച് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അടുത്ത ആഴ്ച നേരാകുമ്പോഴേക്കും റിസൾട്ട് വരുമല്ലോ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതുവരെ കാത്തിരിക്കുന്ന ജനത്തിന് വെള്ളം കുടിക്കണം. റിസൾട്ടിന് ഒരാഴ്ചയുണ്ട്, ശരിയാണ്. എന്ന് വിചാരിച്ച് ജനം വെള്ളം കുളിക്കണ്ടേ? ഇത് കുളിക്കാനുമില്ല വെള്ളം, കുടിക്കാനുമില്ല. അതുകൊണ്ട് മേയർ അടിയന്തരമായി, ഇന്നിപ്പോ കൗൺസിൽ യോഗമുണ്ട് 11 മണിക്ക്, അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ 2 ഭാഗത്തേക്കുള്ള ഓട്ടം സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ദുരിതമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും അത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നഗരസഭയുടെ മുമ്പിൽ ഞങ്ങൾ നഗരസഭയുടെ മുമ്പിൽ പ്രതിഷേധം നടത്തുമ്പോൾ വാട്ടർ അതോറിറ്റിയും പരിശുദ്ധരൊന്നുമല്ല, അവരുടെ കയ്യിലും തെറ്റുണ്ട്. പക്ഷെ നോക്കി നടത്തേണ്ട ചുമതല മേയർക്കുള്ളത് കൊണ്ട് തീർച്ചയായും ഇതിന്റെ മുമ്പിൽ കൗൺസിലർമാർ, കാരണം ഈ കൗൺസിലർമാരൊക്കെ അവരുടെ വാർഡിൽ ചെല്ലാൻ പറ്റുന്നുണ്ടോ? ഒരു ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ് എവിടെ വെള്ളം, എവിടെ കുടിക്കാൻ? ആരോട് പോയി പറയും? മേയർ പറയും, വാട്ടർ അതോറിറ്റിയോട് പോയി പറയും. വാട്ടർ അതോറിറ്റി പറയും, പോയിട്ട് മേയറോട് പറയും. കൗൺസിലർമാർ ജനമായിട്ട് എന്നും ബന്ധപ്പെടുന്നവരാ. MLA ഒരാഴ്ച കണ്ടില്ലെങ്കിലും ജനം ചോദിക്കില്ല, MP മാരെ കണ്ടില്ലെങ്കിൽ തീരെ ചോദിക്കില്ല. ഒരു കൗൺസിലറുടെ സ്ഥിതി അതാണോ? ഒരു കൗൺസിലറെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ആദ്യം ചോദിക്കും ഇന്നലെ എവിടെയുള്ളൂ. തെക്കോട്ട് വടക്കോട്ട് പോകുമ്പോൾ MLA കണ്ടില്ലെങ്കിൽ MLA കണ്ടു ചോദിക്കും സാർ എന്നാ തിരുവനന്തപുരത്ത് വന്നേ. MP കണ്ടാ ചോദിക്കും സാർ എന്നാ ഡൽഹിയിൽ നിന്ന് വന്നേ.
കൗൺസിലറെ കണ്ടില്ലെങ്കിൽ ഇന്നലെ എവിടെയായിരുന്നു പോയി. അപ്പൊ അത്രയേറെ ബന്ധമാണ് ഈ പ്രോട്ടോകോളിൽ ഏറ്റവും താഴോട്ട് വരുന്നുള്ള ഉത്തരവാദിത്തം വർദ്ധിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ജനങ്ങളെ കാണും. എനിക്ക് ഓർമ്മയുടെ കാര്യം 2 വർഷം മുമ്പ് നമ്മുടെ നഗരത്തിൽ 52 വാർഡുകളിൽ കുടിവെള്ളം പെട്ടെന്ന് ഇല്ലാതായിരുന്നു. എനിക്ക് തന്നെ അറിയൊരു കല്യാണ വീട്ടിൽ ചെന്നപ്പോ ഒരു കൗൺസിലറെ കല്യാണം വീടാ ജനം കൗൺസിലർ അവസാനം ബൈക്ക് എടുത്ത് ഓടി. അപ്പൊ അതാണ് അപ്പൊ കൗൺസിലർമാരാണ് ഉത്തരം പറയേണ്ടത്, മറ്റാരുമല്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മേയർ കുറച്ചുകൂടെ ശ്രദ്ധ, അദ്ദേഹം കഴിഞ്ഞാണ് കൗൺസിലർ ആയപ്പോ അധികം കൗൺസിൽ യോഗത്തിലൊന്നും വന്നിട്ടില്ല. ഇത്തവണ അദ്ദേഹത്തിനോട് പറയണ മേയർ സ്ഥാനമാണ്, പ്രോട്ടോകോൾ അനുസരിച്ച് നഗരത്തിന്റെ പിതാവാണ്. അപ്പൊ ആ പിതാവിന്റെ ചുമതല എല്ലാവരും മക്കളാണ്. അയാൾ മക്കളില് കോൺഗ്രസ് ഏതാണ്, CPM ഏതാണ്, BJP ഏതാണെന്നല്ല നോക്കുന്നത്. എല്ലാവരും തുല്യരായി കണ്ട് ഈ 101 വാർഡിലെയും ജനങ്ങളെ ഒന്നായി കണ്ട് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇന്ന് തന്നെ അദ്ദേഹം മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുവരെ നടത്തിയ ശ്രമങ്ങളിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ ധർണ നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തൊക്കെ അറിയിക്കും. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്തായാലും കുടിവെള്ളത്തിന്റെ വിഷയത്തിൽ പ്രധാനമായും കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസിന്റെ കൗൺസിലർമാരും എടുത്ത് പറയുന്നത് സംസ്ഥാന സർക്കാരും അതുകൂടാതെ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന BJPയും ഒരേപോലെ ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നടപടി എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ പരിഹരിക്കണം, അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.